അതാ ഇവൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? അവൻ പറ്റില്ല, എന്നെ പറ്റില്ല, മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇതെന്നെ പറയുന്നു. മൂക്ക് നല്ല തുറന്ന് വെച്ചിട്ട് അവിടെ എനിക്ക് ഓർമ്മയുണ്ട്. അത് മറ്റേ കളർ വെച്ചിട്ടായിരുന്നു. അതോ ഗ്രീൻ അല്ലാതെ ഇത് വേറെ. നമ്മളിവിടെ എത്തി ഗൈസ്. റൂമിൽ പോയിട്ട് നമ്മുടെ ഉണ്ണയുടെ കാഴ്ച കാണാൻ നമ്മൾ ഹൗസ് ബോട്ടിലാണ്. കുട്ടനാടൻ കുമരകം. പുതിയ പള്ളിയാകും. നമ്മൾ ബോട്ടിൽ പോയിക്കൊണ്ടേ നിൽക്കുന്നു. അതിന് വീങ്ങുന്നു. അവിടെ ഇപ്പൊ ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നുമേ കാണാനില്ല. വേറെ ഒരു സ്ഥലം എനിക്ക് മുഖത്തിൽ ഇല്ല. കുളിച്ചിട്ട് ഡ്രസ് അതായത് തന്നു. അത് നമ്മുടെ നമുക്ക് ഫുഡല്ല എത്തിൻ്റെ. ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളെ വീഡിയോ ആണ്. നാളെ യൂട്യൂബിൽ ഫേമസ് വല്യമ്മ. ഇവിടെ നടക്കുന്ന എല്ലാരും കുട്ടിയാണ്. മോന്റെ അമ്മേന്റെ ചേച്ചി. നമുക്ക് ഫുഡ് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. മുടി കലങ്ങോലപ്പെട്ട് കിടക്കുന്നു. വെള്ളത്തിന്റെ ആഴത്തിൽ സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. ചോറ് എടുത്തോണ്ടില്ലേ. മോര് കറി, പപ്പടം, മീൻ പൊള്ളിച്ചത്, കരിമീൻ പൊള്ളിച്ച്, കരിമീൻ. എന്തേ കരിമീൻ പൊള്ളിച്ചൊന്നും വേണ്ടേ? കരിമീൻ പൊള്ളിച്ചൊന്നും വേണ്ട.
എൻ്റെ കുട്ടി പിന്നെ മീനൊന്നും കഴിക്കില്ല. അതെടുക്കാൻ പോകണം. ഒരു അതെ ഓണായി. സിന്ധുക്കുട്ടി മിന്നുക്കുട്ടി നിങ്ങളൊക്കെ വീഡിയോ എടുക്കാം. നമ്മള് സൈക്കിൾ കരിമീൻ പൊളിച്ച് കഴിക്കില്ല അല്ലേ? കഴിക്കില്ല. മിന്നുക്കുട്ടി കഴിക്കില്ലല്ലോ. എന്റെ കുഞ്ഞ് വിളിച്ച് കഴിക്കോ ഗൈസ്? കഴിക്കുമോ? ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി എടുക്കും. ഹസ്ബൻഡ് പറഞ്ഞത് കൊണ്ട് ഞാൻ കഴിക്കണേ പറയും. ഹസ്ബൻഡ് പറഞ്ഞത് കൊണ്ട് ഞാൻ കഴിക്കാണ്. ശരി. എല്ലാം കൂടെ ഇട്ടെ അങ്ങനെയല്ല ചേച്ചി. ഇതിൽ സവാളൊക്കെ ചോറ് കരിമീൻ പൊളിച്ച് ഒന്നടിക്കും. ശിച്ചുമോൻ പപ്പടം പൊള്ളിച്ചെടുക്കുവോ? ഇനിയൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നമ്മളെല്ലാരും വീഡിയോ എടുത്തിട്ടാണ്. ചേച്ചി ചേച്ചി മീൻ എടുക്ക്. ഞാൻ ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ട് മോന്റെ പപ്പ ഒരു സാമ്പാർ ഇതൊക്കെ കഴിക്കുള്ളൂ. മീൻ പൊളിച്ചേ കഴിക്കൂല. മീൻ പൊളിച്ചൊന്നും കഴിക്കൂല അല്ലേ? കഴിക്കുവോ? ഇല്ല. മീൻ ഇറച്ചി ഇതൊന്നും ഇവര് കഴിക്കൂല. ഇതാ വേറെ ഉപ്പും അച്ചാർ എടുക്കാൻ വന്നതാണ്. മീനെടുത്ത് വെള്ളത്തിലേക്ക് ഉണ്ണിയേട്ടൻ ചോറൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് അങ്ങനെ വരുന്നുണ്ട്. പപ്പടം നന്നായി. ഉണ്ണിയേട്ടൻ ഒറ്റയ്ക്ക് ചോറൊക്കെ എടുത്ത് നമ്മളെവിടെയാണ് ഇപ്പൊ ഉണ്ണിയേട്ടാ? കഞ്ഞി മീൻ കഴിക്കോ? എല്ലാവരും കഴിച്ചു. ഇനി നമുക്ക് ചോറ് ഒരു ചോറെടുത്ത് അവിയലെടുത്ത് ഉപ്പേരി എടുത്ത് സാമ്പാറെടുത്ത് പച്ചടി എടുത്ത് മോര് കറിയെടുത്ത് സാലഡ് എടുത്ത് പപ്പടം എടുത്ത് ശരി ഉപ്പ് എടുത്ത് ശരി അച്ചാർ നമ്മൾ മീൻ ഒന്നിച്ചത്
മീൻ പൊള്ളിച്ചെടുത്ത് നാരങ്ങ അങ്ങനെ പിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കഴിക്കാം. ഹായ് അറ്റത്തൊരാവശ്യം ചേച്ചി പായസം കുടിക്കും. എല്ലാവരും പായസം കുടിക്കുന്നല്ലോ. ടേസ്റ്റ് ആണ് എങ്ങനെ? ഗോതമ്പാണോ അരിയാണോ? അരിയാ മോളെ. നമ്മുടെ ഹൗസ് ബോട്ട് അവരെ വല പൊട്ടിച്ചു കിടന്നു. അതിൽ കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കാം. അവർക്ക് പ്രശ്നമായി തോന്നുന്നു. എന്ത് അവരെ വല മീനൊക്കെ പിടിക്കാൻ ഇട്ടച്ച വല പൊട്ടിച്ചിട്ടുണ്ട്. മീനുകളൊക്കെ പോയിണ്ടാവും. അതായിരിക്കും അവരൊക്കെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ബോട്ടിന്റെ ഓണറിലൂടെ നമ്മള് എക്സ്പീരിയൻസ് എത്ര വർഷങ്ങളായിരുന്നു? നല്ല മഴയൊക്കെ വന്നു കേട്ടോ. ചെറിയ വെള്ളമൊക്കെ അവിടെ ചെയ്മാനടിച്ചു. നമ്മൾ ഉണ്ണിയേക്കാൻ കഴിഞ്ഞു. മസാല ബിസ്ക്കറ്റ് ഭയങ്കര തണുപ്പുണ്ടല്ലോ കേട്ടോ. ചൂടത്ത് തണുപ്പാണെന്നാണ്. എനിക്ക് നല്ല തണുപ്പായിപ്പോ. എനിക്ക് മഞ്ഞ പൂ നിൽക്കണത് എന്ത് പോവാ? ഓടപ്പൂവാ തോന്നുന്നു. നേന്ത്രക്കായ എവിടെ? ഇതെല്ലാം നേന്ത്രക്കായ. അതെല്ലാം നേന്ത്രക്കായ. നടന്നു വരില്ല. അവര് തന്നെ ചെയ്താലേ ഉള്ളൂ. ഇവിടെ ഇരിക്ക. എൻ്റെ മോള് കിടന്നുറങ്ങി. TV കുടിയ വെള്ളം ഇന്നൂന് എനിക്ക് യൂട്യൂബ് ചാനലില്ല. നമ്മൾ വിന്ന് ഒളിച്ച് ഒരു കുഞ്ഞിക്കുട്ടി കറാട്ട എന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് ഒറ്റക്കാണ്. പിന്നെ പറയടി പറയ്. ഹായ് ബൈ ഗുഡ് ഈവനിങ്. ബോട്ടാത്ര ഭക്ഷണ സാധനങ്ങൾ ഷിപ്പുകൾക്കൊക്കെ അതൊരു ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനോ ഇവിടെ ഒരു ലോഡ് ചെയ്ത് മീനും ഉണ്ടാവും.
സീ ഫുഡ് അവിടെ റിസോർട്ടാണ്, ഹോട്ടലാണ്. കടലത്തെ മീനൊക്കെ ഇട്ട് ഫ്രഷായി കറി വെച്ചത്. അതാണ് മീൻ മാർക്കറ്റ്. അത് ഫുഡ് സീ ഫുഡ് റിസോർട്ടിനായിരിക്കണം. എൻ്റെ ഫോൺ മുമ്പത്തൂടെ ഇറങ്ങാൻ പറ്റുമോ? ഏട്ടൻ പറഞ്ഞ് തെറ്റി, നേരെ തന്നെ കൊണ്ടുപോയി നിർത്തി. അവരിറങ്ങിയില്ല, സ്വല്പം ചെരിക്കണം. ശരിക്കും ഭയ്യ വരുന്നില്ല ആൾക്കാർ വണ്ടി. അത് ഉറപ്പാണ്. കല്ല് പൊട്ടി. വല മാത്രമാണ് നോക്കണം. വല കീറിയിട്ടുണ്ടോന്ന് അറിയില്ല. അത് വല നന്നായി പുറത്തേക്ക് എടുത്ത് നോക്കിയാൽ വല പൊട്ടിയിട്ടുണ്ട്. 1,00,000 ഇത് പൊട്ടി. മറ്റേ ഇത് ചേച്ചി കണ്ടില്ല? എനിക്ക് ആ കൊറേ ആൾക്കാരോ പള്ളി നൈറ്റായി. എനിക്ക് പഠിപ്പിച്ചോ? 3-4 സ്കൂളിലുണ്ട്. അത് ഇത് 1-2 സ്കൂളിലുണ്ട്. എന്റെ ഫോൺ മക്കളെ വരി വരിയായി നിക്കി. ബർത്ത്ഡേ അവിടെ നിക്കി, അവിടെ നിക്കി, അവിടെ നിക്കി. പപ്പയും മോനമാമയൊക്കെ ഉണ്ട്. ഒന്നുകൂടി പാടാം. എല്ലാവരും കോപ്പറേറ്റ്. നമ്മുടെ ബഹുമാനപ്പെട്ട അറിയുന്ന കേട്ടോ ഒരു 2 വാക്ക്. നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ദിരാ മേഡം അവരുടെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെയും കേക്ക് അത് വേണ്ട, കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. അത് മാത്രല്ല രാമകൃഷ്ണന്റെ അവരുടെ അത് കുറെ കഴിഞ്ഞ മാസം 3-ാം തീയതി ആയിരുന്നു. അതിന്റെ ഒക്കെ കൂടെ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാം കൂടെ കൊണ്ടാണ്. പാവപ്പെട്ട പോർ ഫാമിലി ആയതുകൊണ്ട് ശരി നിങ്ങൾ ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാം. പനച്ചിയുടെ പോയി എന്താണ് പനച്ച പണിക്ക് പോയി. ഓളെ പിറന്നാളിന്റെ കൂട്ടിക്കളിട്ടാ പനച്ചക്ക് കേട്ടാ വീഡിയോ എടുത്തപ്പോ ഏട്ടാ നിങ്ങളെ പെണ്ണിന് കൊടുക്കില്ല. എടുത്ത് ഫോട്ടോ എടുത്തോ. ഫോട്ടോ അതല്ല കാര്യം പറയുന്ന ഫുള്ള് കേൾക്കണം.
ഇന്ന് തൊട്ട് ഞങ്ങൾ പിണങ്ങില്ല. അതല്ല അതാ ഇന്നോടെ കഴിഞ്ഞു. ഇന്നലെ വരെയുള്ള എല്ലാം കഴിഞ്ഞു. ഇന്ന് തൊട്ട് ഇവരെല്ലാവരും സാക്ഷി പറയാൻ പറയാം. എല്ലാരും സാക്ഷി. അതൊന്നും പറയാം. അല്ല പിണങ്ങി കഴിഞ്ഞാൽ കോംപ്രമൈസ് എല്ലാവരും വരണം. ഇന്നലെ വരെയുള്ള എല്ലാം മറന്നു. നാളെ തൊട്ട് രണ്ടുപേരും പിണങ്ങില്ല. അപ്പൊ എനിക്ക് മുണ്ട് മാറാത്ത മോട്ടൊന്നും നോക്കണില്ല. ഉത്സവത്തിന് കല്യാണത്തിന് ആരെ ചിന്നിന്റെ കിണ്ണിന്റെ ആര് പരിപാടിക്കും? എന്തിന് വാങ്ങിക്കണോ? മെഷീനായിരിക്കും അല്ലേ? നൈസായിട്ട് വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗോപിയാ? ഓ ഗോബി മഞ്ചൂരിയൻ ചിക്കൻ. നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഞാൻ എടുക്കുന്നത്.